അയ്യോ എന്റെ റബ്ബർ മുറിച്ചിട്ടാക്കുന്നേ. ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ച റബ്ബർ മൊത്തം മുറിച്ചിട്ടാക്കുന്നു. നിങ്ങൾ നിങ്ങൾ എന്തിനാ എന്റെ റബ്ബർ മുറിച്ചെന്തിനാ? അല്ലേ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച റബ്ബർ മുറിക്കാൻ എന്ന് പറയുന്നോ? നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ചോ? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മരമാണ് ഞാൻ മുറിക്കും. നിങ്ങൾ മുറിക്കോ? ആ മുറിക്കും. എന്നെ കയറി പിടിക്കുന്നേ. അയ്യോ ഞാൻ നിങ്ങളെ കയറി പിടിച്ച പിടിച്ചില്ല, പിടിക്കുമല്ലോ. പിടിക്കുമല്ലോ. അപ്പൊ പിടിക്കാതെ നിങ്ങൾ പിടിക്കുമെന്ന് പിടിച്ചെന്ന് പറയും. പിടിച്ച് എനിക്ക് വെറുതെ അങ്ങനെ തല്ലി കൊള്ളേണ്ട കാര്യമില്ലല്ലോ. അതെ ഞാൻ ചോദിച്ചു നിങ്ങൾ ആർക്കാ പൈസ കൊടുത്തത്? ഞാൻ ഈ റബ്ബറിന്റെ മുതലാളിക്ക് കാശ് കൊടുത്തിട്ടാ മേടിച്ചത്. ആ മുതലാളിയാ ഞാൻ. അയ്യോ ഒരു മുതലാളി വന്നേക്കുന്നുണ്ട്. അതിരുകല്ല വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും. പിന്നെ നിങ്ങൾ മുതലാളിയാണെന്നല്ലേ പറഞ്ഞേ? വിശ്വസിച്ചു. തന്റെ പേര് പറ. വാസുദേവൻ 9656475753 ഫോൺ നമ്പറാ. വിളിച്ചാ കിട്ടത്തില്ല, കട്ടായി കിടക്കും. അതാരേ വാസുദേവൻ? എന്റെ അപ്പന്. തന്തപ്പേരല്ല, തണ്ടപ്പേര്. അങ്ങനെ എന്റെ തണ്ടപ്പേര് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞാനേ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഡ്രബർ ഉണ്ടാക്കിയതായത്. അത് ശരി. നിങ്ങൾ പാലുമ്പഴൊക്കെ കോരി കൊടുത്ത് വളർത്തിയതല്ലേ? പെണ്ണുമ്പിള്ള എന്റെ അടുത്ത് കയറി അവനാശം പറയരുത് കേട്ടോ. ആരാണോ തന്റെ പെണ്ണുമ്പിള്ള? പെണ്ണുമ്പിള്ള വിളിച്ചാണല്ലോ മൂക്കിന് നല്ല തേമ്പ് വെച്ചിരുന്ന. ആരാണോ തന്റെ പെണ്ണുമ്പിള്ള? പെണ്ണുമ്പിള്ള എന്ന് വിളിക്കുന്നോ? നിങ്ങൾ പെണ്ണുമ്പിള്ളല്ലേ അല്ല ആമ്പിള്ളല്ലോ? എനിക്ക് സ്വന്തമായിട്ടൊരു പേരുണ്ട്, വേണമെങ്കിൽ ആ പേരങ്ങ് വിളിച്ചാൽ മതി. നിങ്ങളെ പോലെ എനിക്കറിയത്തില്ല, പിന്നെ അങ്ങനെ ആ പേര് ഞാൻ പറയാം. എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ കേൾക്കണം, എന്റെ പേരിലുള്ള വസ്തുവാ അത്. ഞാൻ പോലും അറിയാതെ ഇവരൊന്ന് മരം മുറിക്കുന്നത്. അയ്യോ നിങ്ങൾ അറിയണം, ഞാൻ ഇതിന്റെ യഥാർത്ഥ മുതലാളിക്ക് കാശ് കൊടുത്തു മേടിച്ചത്. വെട്ടിത്തരും ഞാൻ കേട്ടോ. ഹലോ റബ്ബറെ എന്റെ മെമ്പറെല്ലാം മുറിച്ചോണ്ട് പോയി കേട്ടോ. അല്ല മെമ്പറെ എന്റെ റബ്ബറെല്ലാം മുറിച്ചോണ്ട് പോയി. നിങ്ങൾ ആരായി വിളിക്കുന്നേ? ഞാൻ സുഖുവാ. നിങ്ങൾക്ക് സുഖമാണെങ്കിൽ എനിക്കെന്തോ വേണം? അയ്യോ ഞാൻ സുഖമാണെന്ന്. സുഖു പറയൂ. സുഖം എന്താ? മെമ്പറെ എന്റെ വസ്തുവിനകത്ത് നിൽക്കുന്ന റബ്ബർ ഈ പെണ്ണുമ്പള മുറിച്ചോണ്ട് പോയി. മൊത്തം മുറിച്ചോണ്ട് പോയോ? മൊത്തം മുറിച്ചോണ്ട് പറഞ്ഞ ഒരു ലോഡ് പെരുമ്പാവൂരിലേക്ക് പോയെന്നാ കേട്ടെ. ആണ്ടെ ഇത് മൃഗസംരക്ഷണ വകുപ്പൊക്കെ വലിയ കേസാവുക. അവസാനം ഊരി വരാൻ കുറെ പാടുപെടും. അതെങ്ങനെ? എടാ ഈ പെരുമ്പാമ്പിനെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്ന വലിയ കേസാന്ന്. പെരുമ്പാമ്പിനെ കടത്തിക്കൊണ്ട് പോയെന്നല്ല പറഞ്ഞേ, ഒരു ലോഡ് പെരുമ്പാവൂരിലേക്ക് പോയെന്ന്. ഓ അങ്ങനെ. എടാ വെട്ടുന്നയാണോ? വെട്ടാനാ കുത്താണെന്ന് അറിയത്തില്ല. അവരുടെ കയ്യിൽ ഒരു കൊടുവാളിരിപ്പുണ്ട്. അതല്ല ഈ മരം വെട്ടുന്നതായിരുന്നു. പിന്നെ വെട്ടി ഇഷ്ടം പോലെ പാല് കിട്ടുന്നില്ലയോ? എത്ര മൂടുണ്ട്? ആകെ എന്റെ ഒരു മൂടേ ഉള്ളു, അത് മാറി നിൽക്കും ഇപ്പം. നിന്റെ മൂടല്ല ചോദിച്ചാ എത്ര മൂട് മരം ഉണ്ടെന്ന്? താഴത്തെ മൂട് മൊത്തം മുറിച്ച് കളഞ്ഞവര്. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു മീറ്റിംഗ് ഇരിക്കുക, ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വരുവോ? വരാം. ശരി മെമ്പർ വരും. മെമ്പർ വരുമ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുമല്ലോ. 12-ാം വാർഡിന്റെ മെമ്പർ അല്ലേ? ഇപ്പൊ വരും, കാത്തിരുന്നോ. ഞാനേ പോലീസിനെ വിളിക്കാം. നിങ്ങൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? പോലീസ് വരട്ടെ, നിയമത്തിന്റെ വഴിക്കങ്ങ് പോട്ടെ. വരട്ടെ. വരട്ടെ. ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ. എന്റെ സാറേ, ഞാന് ഇവിടെ തച്ചോട്ടുകാവി കുറച്ച് റബ്ബർ മേടിച്ച് മുറിച്ചിട്ടേക്കുന്നു സാറേ. ഞങ്ങൾ ഒന്ന് കോതി തരണോ? അതല്ല സാറേ, ഞാൻ കുറച്ച് റബ്ബർ മരം മേടിച്ച് ഇതേ മുതലാളിയാണെന്ന് പറഞ്ഞ് ഒരുത്തം വന്നിട്ട് മുറിക്കാൻ സമ്മതിക്കുന്നില്ല സാറേ. സാറൊന്ന് വേഗം വാ സാറേ. എവിടെ സ്ഥലം എവിടാ? അതെ ആ കോഴിക്കടയില്ലേ തച്ചോട്ടുകാവിലെ, അതിന് തൊട്ട് താഴെ കാണുന്ന ആ റബ്ബർ. ഞാൻ ഉടനെ പോലീസേ ഇപ്പൊ വരും. നിങ്ങൾ പോലീസ് വന്നാലും പട്ടാളം വന്നാലും നിങ്ങൾ എന്റെ വസ്തു ഇറങ്ങും. തന്റെ ഒരു തന്റെ പറമ്പിന്റെ ഞാനേ തന്റെ പറമ്പിൽ കയറി നിൽക്കുന്നില്ല. കാണിക്കുന്നത്? ഞാൻ കാശ് കൊടുത്ത് മേടിച്ച തടിയുടെ പുറത്താ നിൽക്കുന്നത്. തടി കിടക്കുന്ന എന്റെ വസ്തു അതെനിക്കറിയണ്ട, ഞാൻ എന്റെ തടിയുടെ പുറത്താ നിൽക്കുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് തെളിവ് വേണം. ഞാൻ വീഡിയോ എടുക്കും. ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്. തനിക്ക് ധൈര്യം ഉണ്ട്? ഇവിടെ വാടോ. അത് വേണ്ട. തനിക്കെന്റെ സ്വഭാവം തിരിച്ചറിയാൻ മേലാത്തത്. റബ്ബറിന്റെ ഒട്ടുപാല് വലിച്ചിട്ട് കഴുത്തെ ചുറ്റിച്ച് ഞാൻ ആ കുളത്തിലെ മീനിട്ട് കൊടുക്കും, പറഞ്ഞേക്കാം. ഇവിടെ വാടോ. എനിക്ക് വരേണ്ട കാര്യമില്ല, കൊടുവാളി. പോലീസ് ഇപ്പൊ വരട്ടെ. പോലീസ് വരട്ടെ. എന്താണ് പ്രശ്നം? ഞാൻ പറയാം സാറേ. നിന്റെ അടുത്ത് ആരാണ്ട് ചോദിച്ചോ? ലേഡീസ് ഫസ്റ്റ് പറയൂ. എന്റെ പൊന്ന് സാറേ, സാറേ ഞാന് 2 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച റബ്ബറാ സാറേ ഇത്. സാറേ സാറേ എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും സാറ് കേട്ടില്ലേ? എന്റെ പൊന്ന് സാറിനകത്ത് അങ്ങ് ലയിച്ചു. കുട്ടി പറ. സാറേ ഞാൻ അണ്ടി ഓഫീസിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ 2 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച റബ്ബറാ സാറേ. അത് ഇയാള് എന്ത് വെട്ടാൻ സമ്മതിക്കുന്നില്ല സാറേ. വല്ല നാടകത്തിലെ സീരിയലിലോ ട്രൈ ചെയ്തോളായിരുന്നു. നിന്നെ പോലെ കുറെ. സാറേ ഈ വസ്തു എന്റെയാ സാറേ. അയ്യോ പോട്ടെ. സോറി കേട്ടോ. എനിക്ക് ഈ അടുത്ത എടുത്തിയാട്ടോ ഒരു ഇച്ചിരി കൂടുതലാ. വിട്ടേ കളാ. എന്തോ പറഞ്ഞേ? എടുത്തിയാട്ടം സാറിന് ഇച്ചിരി കൂടുതലാന്നാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തോ പറഞ്ഞോണ്ടിരുന്നു? സാറേ ഞാന് അണ്ടി ഓഫീസിൽ നിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ച റബ്ബറാ സാറേ. അത് ഇയാൾ മുറിക്കാൻ സമ്മതിക്കുന്നില്ല. അതെന്തൊരു വിലടാ? ഇതാരുടെ വസ്തു? സാറേ ഈ വസ്തു എന്റെയാ. അപ്പൊ ഈ മരോ? എന്റെയാ സാറേ.
അങ്ങനെ പറഞ്ഞ അങ്ങനെ ഈ വസ്തുവിനകത്തല്ലേ മരം നിൽക്കുന്നേ അതെ. അപ്പൊ ഈ വസ്തു ആരെയാ? വസ്തു എന്റെയാ സാറേ. അപ്പൊ മരോ? എന്റെയാ സാറേ. നിങ്ങളിത് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നത് മുന്നോട്ട് പോണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുക, എന്നിട്ട് മറുപടി പറയാവോ. ഈ വസ്തു ആരുടെയാ? അയാളുടെയാന്നാ പറയുന്നത്. അപ്പൊ ഈ മരം ആരുടെയാ? ഇപ്പൊ അവരുടെയാന്നാ പറയുന്നത്. അപ്പൊ എങ്ങനെ സാറേ എന്തിനാ എടാ മനുഷ്യനായിട്ട് വട്ടം കറക്കാതെ വസ്തു ആരെയാന്ന് പറയാം. സാറേ ഇത് എന്റെ അമ്മായിപ്പ എനിക്ക് സ്ത്രീധനം തന്ന ഈ റബ്ബർ തോട്ടം അതാ ഇവര് മുറിച്ചത്. എന്നിട്ട് നിന്റെ അമ്മായിപ്പ എന്ത് വലിച്ചോണ്ട് കിടക്കുക. എന്തോ റബ്ബർ വലിച്ചോട്ടോ? അല്ല ആസ്മയാ വീട്ടിൽ വലിച്ചോണ്ട് കിടക്കുക. വലിച്ചോണ്ട് കിടക്കുള്ളൂ. എടാ നീ ഇവരുടെ പൈസ വല്ലതും വാങ്ങിച്ചാ? അയ്യോ ഞാൻ ഇവരെ പൈസ ഒന്നും വാങ്ങിച്ചില്ല. ഇവരെ ഇപ്പഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അവനെ പൈസ കൊടുത്തായിരുന്നു? ഞാൻ ഇയാൾക്ക് പൈസ ഒന്നും കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തേ? സാറേ ഞാൻ ചെമ്പൻകുടിലെ ഷാജിക്കാ കൊടുത്തേ. 2 ലക്ഷം രൂപ കൊടുത്തു സാറേ. എന്റെ സാറേ അയാളുണ്ടല്ലോ 2.5 ലക്ഷം രൂപ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു താത്ത ഒരു 2 ലക്ഷം രൂപ ഒപ്പിച്ച്. ചുളുവിന് കിട്ടിയപ്പോഴത്തേക്ക് ഇതങ്ങ് ഒപ്പിച്ച്. എടാ നിനക്ക് ഈ ഷാജി അറിയാം? അവിടെ അറിയാം സാറേ. എങ്ങനെ അറിയാം? 2 വർഷത്തിന് മുമ്പ് അവന്റെ 2 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചായിരുന്നു. അത് തിരിച്ചു കൊടുത്ത? ഇല്ല കൊടുത്തില്ല. അങ്ങനെ വരട്ടെ, സംഗതിയുടെ കിടപ്പ് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എടാ പണ്ട് നീ ഷാജിയെ പറ്റിച്ചു, ഷാജി ഇപ്പം നിന്നെ പറ്റിച്ചു. ഇതാ ഇവിടെ സംഭവിച്ചത്. ഇതാ പറയുന്നേ കൊടുത്താ തിരുവനന്തപുരത്തും കിട്ടുമെന്നുള്ളു. കൊല്ലത്ത് കിട്ടുമെന്നല്ലേ? എടാ ഇതല്ലോ എല്ലാരും പറയുന്നത്. നമ്മളെങ്കിലും ഇതൊന്നും മാറ്റി പിടിക്കണ്ടേ? അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സോൾവ് ആയല്ലോ. ഇനി പ്രശ്നം അങ്ങോട്ടോ ചപ്പോ. അയ്യോ സാറേ പോകല്ലേ. അടുത്ത എന്തുവാ? ഇയാളെന്റെ വീഡിയോ എടുത്ത് ഇതൊക്കെ പോലീസിനെ ഇടപെടുത്തേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ചോദിച്ചാ പോരെ. ഡാ നീ അവരുടെ വീഡിയോ എടുത്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കും. ഒന്ന് സാറേ ഞാൻ അവരെ വീഡിയോ ഒന്നും എടുത്തില്ല. അവ എടുത്തില്ലെന്ന്. സാറേ വീഡിയോ അല്ല പിന്നെ വീഡിയോ. എടാ പെണ്ണുങ്ങളുടെ വീഡിയോ എടുക്കുന്നത് കുറ്റകരമെന്ന് നിനക്ക് അറിഞ്ഞൂടാ? സാറേ ഞാൻ ഒരു തെളിവെടുപ്പിന് എടുത്തതാ. നീ തെളിവെടുപ്പിന് എടുത്തല്ല, നീ മുതലെടുപ്പിന് വേണ്ടി എടുത്തയാ. നിന്റെ ഫോൺ ഇങ്ങോട്ടാ. എന്തിനാ സാറേ? നിന്റെ ഫോൺ ഇങ്ങോട്ടാ. നോക്കട്ടാ. വേണ്ട സാറേ. ഇങ്ങോട്ടാ നിന്റെ ഫോൺ. വേണ്ടെന്നോ? ആഹാ നിന്റെ ഗാലറി ഞാനൊന്ന് നോക്കട്ടെ. എന്തുവാടായി കിടക്കുന്ന വീഡിയോ ഒക്കെ? സാറേ അതിനകത്തൊന്ന് എന്റെ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ സാറേ. ഇതിനകത്തുനിന്ന് നിങ്ങളുടെ വീഡിയോ ഞാൻ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. എടുക്കട്ടെ. ഇങ്ങോട്ട് മാറിയില്ല. സമ്മതിക്കണം. നിന്റെ വാട്സപ്പ് ഞാനൊന്ന് നോക്കട്ടെ. എടാ നിന്റെ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ സാറേ? അല്ല ചരിച്ച അതിനകത്തുള്ള പെണ്ണുങ്ങളെല്ലാം അങ്ങ് താഴെ വീഴും. അത്രയ്ക്ക് നിറച്ച് വെച്ചേക്കുവാന്നല്ലോ. എടാ ഇതിനകത്ത് മൊത്തം പെണ്ണുങ്ങളുടെ നമ്പർ മാത്രമേ ഉള്ളൂ. സാറേ അതല്ല എന്റെ പെങ്ങന്മാരാ സാറേ. നീ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഈ ഗിന്നസ് റെക്കോർഡിന് ശ്രമിക്കണം. അതിന് ഇത്രയും പെങ്ങന്മാരുള്ള ആങ്ങളെ ലോകത്ത് വേറെ കാണുകയില്ല. ഇതിനൊക്കെ കെട്ടിച്ചു കൊണ്ടെങ്കിൽ നീ കുറെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ. അതിനാ സാറേ ഞാൻ ഈ റബ്ബർ വെച്ച് പിടിപ്പിച്ചേ. അതിപ്പോ വലിക്കാൻ പോയില്ലേ? വേറെ നിന്റെ നോക്കട്ടെ. എടാ ഇതിനകത്ത് നിന്റെ പെണ്ണുമ്പിള്ളയുടെ നമ്പർ ഏതാ? സാറേ എന്റെ പെണ്ണുമ്പിളക്ക് ഫോണില്ല. അതെന്താടാ നിന്റെ പെണ്ണുമ്പിള്ളക്ക് ഫോണില്ലാത്ത? എന്റെ പൊന്നു സാറേ ഇപ്പോഴത്തെ കാലത്ത് ഭാര്യയ്ക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്താലേ രാത്രി 11-12 മണിയാകുമ്പോൾ ചിലമാര് ഞരമ്പന്മാര് ഫോൺ വിളിച്ച് മെസ്സേജ് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? നീ പിന്നെ ഇതിനകത്ത് ചെയ്യുന്ന എല്ലാം പുണ്യപ്രവൃത്തിയാണല്ലേ. ആണ്ട അവന്റെ ചാറ്റ് കണ്ടില്ലേ? കുട്ട വല്ലതും കഴിച്ചോ? പട്ടിണി കിടക്കുവാന്നെങ്കിലും പെങ്ങന്മാരെ കഴിച്ചോ ഇല്ലയോ എന്നറിയാം. ഭയങ്കര ഉത്സാഹമാണ് നിനക്ക്. നോക്കട്ടടാ നിന്റെ ഈ റോസാപ്പൂവിന്റെ പടമുള്ള ഈ നമ്പർ അറിയാം? അത് സാറേ ഞാൻ റേഷൻ കടയിൽ വിരൽ പതിപ്പിക്കാൻ പോയപ്പോഴേ അവിടുന്ന് ഞോണ്ടിയതാ. അതെ ശരി. നീ ഒന്ന് ശേഖട്ടെ. ഇത് ആള് എങ്ങനെയുണ്ട്? സെറ്റായോ? ഞാൻ സെറ്റായില്ല ഇതുവരെ. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എനിക്ക് ഒന്ന് ഉറപ്പുണ്ട്. എന്തുവാ? ഈ റോസാപ്പൂവിന്റെ പടം ഇട്ടേക്കുന്ന അവളെന്നെങ്കിൽ റോസാപ്പൂവിനേക്കാൾ സുന്ദരിയായിരിക്കും. നല്ല ഉറപ്പുണ്ട്. നിനക്ക് ഈ ഇവരത് കാണണമെന്നില്ലേടേ? കാണണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ വോയിസ് ആണ്. അതെങ്ങനെ നീ അവർ വോയിസ് കേട്ടത്? ഞാൻ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഒറ്റ വോയിസ് ഇനി തന്നു. എന്തോന്ന്? എന്റെ തന്തയ്ക്കും തള്ളക്കായിരുന്നു വിളിച്ചത്. പക്ഷെ ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല സാറേ. ചുറ്റിലൊന്നും കേൾക്കാൻ പറ്റത്തില്ല സാറേ. അടിപൊളി. എടാ ഈ ആളെ നിനക്ക് കാണണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? പിന്നെ ഭയങ്കര ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം ഞാൻ സഹായിച്ചു തരാം. കാണാ അയ്യോ അടിപൊളി സൂപ്പർ ആയിരിക്കുന്നു. ആണോ? സൂപ്പറല്ലേ സാറേ ഇതിന്റെ രണ്ടാമത്തെ ഫോട്ടോ ഉണ്ടോ? വേറെ ഞാൻ കാണിച്ചു തരാം. താണ്ടേ ആഹാ സാറ് കൊണ്ടല്ലോ ഇതിനകത്ത്. സാറ് അപ്പൊ അവരെ ആണല്ലേ? എടാ പരമനാറി. 12 വർഷമായിട്ട് താലി കെട്ടി എന്റെ കൂടെ കഴിയുന്ന എന്റെ ഭാര്യയാടാ. അളിയനോ? അല്ല ഇപ്പൊ ഇത് എന്റെ പെങ്ങളായില്ലേ? എടാ കുറെ കാലം കൊണ്ട് നിന്നെ ഞാൻ തിരക്കി കിടക്കാം എന്റെ പെണ്ണുമ്പിള്ളെ ശല്യം ചെയ്യുന്നതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നീ എന്റെ കൈക്ക് തന്നെ വന്ന് ചേർന്ന്. അളിയ ഒരു കാര്യം ചെയ്യുവാ, ഇന്ന് മുതൽ ചാപ്പാട് നമുക്ക് സ്റ്റേഷനിൽ നടക്കാം. നടയടാ. ആദ്യം ഈ തടി ഞാനൊന്ന് കൈകാര്യം ചെയ്ത് എടുക്കട്ടെ.